പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ, ഇന്ന് നമ്മുടെ അനുമോദനങ്ങൾക്ക് അർഹനായിരിക്കുന്ന പ്രിയപ്പെട്ട സാനു ജോസഫ് അച്ഛൻ, പ്രിയപ്പെട്ട പ്രസാദ് ഉപദേശി, പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, കാസർഗോഡ് പരപ്പ കാടമന ഇടവകയിലെ അംഗങ്ങളെ, കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ സപ്ത ഭാഷകളുടെ സംഗമഭൂമിയിൽ നിന്നും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കലവറയിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട സാനു ജോസഫ് അച്ഛന് കാസർഗോഡ് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ എല്ലാ ഭാവുകങ്ങളും ഞാൻ സവിനയം സമർപ്പിക്കുകയാണ്. ഇതൊരു ദൈവവിളിയുടെ നിയോഗമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് സ്കൂളിൽ ഒരു വാർഡൻ്റെ പോസ്റ്റ് വന്നപ്പോൾ പ്രിയപ്പെട്ട സാനു അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് അതിന് അപേക്ഷ കൊടുത്തു. പക്ഷേ പ്രൊഫഷണൽ കൊറിയേഴ്സ് സമയത്തിന് മുമ്പ് കാസർഗോഡ് എത്തിയെങ്കിലും ആ അപേക്ഷ സ്കൂളിലേക്ക് എത്തിയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിയോഗം മറ്റൊന്നായിരിക്കാം. വളരെ പ്രഗത്ഭമായി എൻജിനീയറിംഗ് പഠനം പൂർത്തിയാക്കി. നമുക്കറിയാം, എൻജിനീയറിംഗ് ഏതാണ്ട് 8600 മാർക്ക് ആണ് ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിന് ടോട്ടൽ വേണ്ടത്. 56 വിഷയങ്ങൾ, 2-3 സപ്ലി വന്നു കഴിഞ്ഞാൽ പിന്നീട് എഴുതിയെടുക്കാൻ വലിയ പാടാണ്. ആ സമഗ്രമായ ദൗത്യവും പൂർത്തിയാക്കി ബാംഗ്ലൂർ ജോലിയിലിരിക്കുകയാണ് പ്രിയപ്പെട്ട സാനു അച്ഛൻ ദൈവത്തിൻ്റെ ഈ നിയോഗം ഏറ്റത്. ഞാൻ ഓർക്കുന്നത് 2017 നവംബർ മാസം 1-ാം തീയതി ഈ പ്രശാന്ത ഭവന് തുടക്കം കുറിക്കുമ്പോൾ അന്നത്തെ ഭദ്രാസന സെക്രട്ടറി ആയിരുന്ന റവറൻ KV ചെറിയാൻ അച്ഛൻ പലപ്പോഴും ഇവിടെ വരികയും ഈ പള്ളിയിൽ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇടവകയിലുള്ള എല്ലാവർക്കും അച്ഛനുമായിട്ട്, പ്രത്യേകിച്ച് അച്ഛൻ്റെ മകൻ ഇവിടെ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ഈ സാനു അച്ഛൻ പലപ്പോഴും തൻ്റെ ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനോടൊപ്പം ഭദ്രാസന ചുമതല വഹിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറയുകയുണ്ടായി, പലപ്പോഴും പറയുമായിരുന്നു, സാനു അച്ഛനെ നമുക്ക് പ്രശാന്ത് ഭവൻ്റെ വാർഡനായി നിയോഗിക്കണം. പക്ഷേ പലപ്പോഴും വൈദിക ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന ആളുകളുടെ അവരുള്ളതുകൊണ്ട് പലപ്പോഴും അത് സാധിച്ചില്ല. എന്നാൽ ഈ ആഗ്രഹം മനസ്സിൽ വെച്ച് ബാംഗ്ലൂർ ജോലി തുറന്നപ്പോൾ അഭിനന്ദനായ തീത്തോസ് തിരുമേനിയുടെ ശ്രദ്ധയിൽ ഇങ്ങനെയൊരു ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് ഉണ്ട് എന്ന് അറിയുകയും ഒരു ദിവസം തൃശ്ശൂരേക്ക് വിളിപ്പിക്കുന്നു, രവിവർമ്മ മന്ദിരത്തിലേക്ക് വിളിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് രവിവർമ്മ മന്ദിരത്തിൽ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞ് ഞാനിങ്ങനെ രവിവർമ്മയ്ക്ക് പോവുകയാണെന്ന്. പ്രിയപ്പെട്ട മാത്യു എബ്രഹാം അച്ഛൻ പറഞ്ഞു, പുറത്തൊന്നും താമസിക്കേണ്ട, രവിവർമ്മയത്തെ താമസിച്ചാൽ മതി. ജോളി തോമസ് അച്ഛൻ്റെ 2 ദിവസത്തെ ഇൻ്റർവ്യൂ അവിടെ നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഒരു വേദപുസ്തക പണ്ഡിതൻ കൂടിയാണ്. അച്ഛൻ അവസാനം ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് തീത്തോസ് തിരുമേനി ബാബു സൂചിപ്പിച്ചതുപോലെ ബാംഗ്ലൂരേക്ക് അയക്കുന്നതും പ്രിൻസ് കോര അച്ഛൻ്റെയൊക്കെ അടുത്ത് എത്തുന്നതും. അപ്പോൾ തിരുമേനി ഒരു കാര്യം പറഞ്ഞു, ജോലിയൊന്നും രാജിവെക്കേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം മറ്റൊന്നായി. പ്രിൻസ് കോര അച്ഛനും സാനു അച്ഛനും കുടുംബാംഗത്തെ പോലെ ഇടപഴകി അവരൊന്നു ചേർന്ന് പിന്നെ അവധിക്കാലം വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങോട്ടൊന്നും വരവില്ല, ബാംഗ്ലൂരേക്കാണ്. അവിടുത്തെ ഇടവകങ്ങളൊക്കെ അന്ന് അവിടെ വന്നിരുന്നല്ലോ, ചുങ്കത്തറയിൽ ഇവിടെയൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുവാനും നമ്മുടെ സഭയുമായി ആളുകളുമായി ഇഴചേർന്ന് പ്രവർത്തിക്കുവാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. 34 വർഷങ്ങൾക്ക് മുമ്പ് ഈ മിഷൻ ഹൗസ് ഇവിടെ ആരംഭിക്കുമ്പോൾ അന്ന് ആ മിഷൻ ഹൗസ് ആരംഭിക്കുന്നതിന് ഏറ്റവും വാശി പിടിച്ച ഒരു വ്യക്തി ബാബുവിൻ്റെ പിതാവ് പ്രിയപ്പെട്ട മർക്കോസിയാണ്. അന്നവർ കാസർഗോഡ് ആരാധനയ്ക്ക് വരുന്നതിന് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ ഈ ആവശ്യം ഇന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന അന്നത്തെ ഭദ്രാസന ബിഷപ്പ് തിരുവനന്തപുരം തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അപ്പോൾ ജോൺ സാറിനെ കൊണ്ട് 50 സെൻറ്റ് സ്ഥലം സൗജന്യമായി കൊടുക്കാമെന്ന് സമ്മതിപ്പിക്കുകയും ചെയ്തത് ഒരുപക്ഷെ 34 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കൊച്ചുമകൻ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്നുള്ളത് ഒരു ചിന്തയൊന്നും ആ പിതാവിൽ കടന്നു വന്നിട്ടുണ്ടാവില്ല. ഗ്രേസിമാമ ഇവിടെ ഇരിക്കുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറ്റവും വലിയ ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ദൈവവിളിയുടെ ഒരു നിയോഗം ഇന്നിവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ മർക്കോസ് ചേട്ടൻ സ്കൂളിൻ്റെ ഹോസ്റ്റൽ നിർമ്മാണ കാര്യങ്ങളിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ആളുകളെയുമായി കൂട്ടി അവിടെ വരുമായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളിയാകുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മൺമറഞ്ഞു പോയ ഗിയോസ് പണിക്കരച്ചായനും തോമസ് പണിക്കരച്ചായനും ജിയോ ജോൺ സാറും ബാബു സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ ഈ പഞ്ചരിയാൻ അച്ഛനും ഒക്കെ അവരുടെ കഠിനമായ ദൈവവിശ്വാസത്തിൻ്റെ തീഷ്ണതയുടെ ഫലമാണ് ഇന്ന് നാം സന്തോഷിക്കുന്നത്. അപ്പോൾ മർക്കോസ് ചേട്ടൻ്റെ അദ്ദേഹം കറതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദനോടൊപ്പം കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്നയാളാണ്. എന്നിട്ട് പോലും തൻ്റെ പാർട്ടിയേക്കാൾ അധികമായി ഈ സഭയെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. കുറേനക്കാരനായ ശിമോൻ യേശു ക്രൂശ് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ കാഴ്ചക്കാരനായി നിൽക്കുകയായിരുന്നു അരോഗ ദൃഢഗാത്രനായ ശിമോൻ. പട്ടാള മേധാവി അദ്ദേഹത്തെ വിളിച്ച് ഈ ക്രൂശ് ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ കുറേനക്കാരനായ ശിമോൻ ഇന്ന് യെരുശലേം ദേവാലയത്തിലെ പെസഹ പെരുന്നാൾ കഴിഞ്ഞ് അവിടെ അന്തി ഉറങ്ങി തിരിച്ചു പോകാനായിട്ട് വന്നതാണ്. പക്ഷേ വലിയൊരു ദൗത്യം ഏറ്റെടുത്തു. അത് നമ്മൾ റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നാം വായിക്കുന്നു. ഇവിടെയും അതാണ് സംഭവിച്ചത്. എൻ്റെ മാതൃ ഇടവകയായ കോന്നി മുതുവഴുങ്കൽ സെൻറ് തോമസ് മാർത്തോമ ഇടവക 10-35 വീട്ടുകാരുള്ള ചെറിയ ഇടവകയായിരുന്നു. ഞങ്ങളൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ മധുബഹായ്ക്ക് സ്ഥലമില്ല. അപ്പോൾ സ്ഥലം വേണം, മധുബഹ കുറച്ചുകൂടെ വിശാലമാക്കണം. അപ്പോൾ ഇന്നലെ ഇവിടെ ഈ ശുശ്രൂഷ മധ്യേ പട്ടംകുട ശുശ്രൂഷ മധ്യേ പ്രസംഗിച്ച ജോമാത്യുച്ചൻ്റെ വല്യപ്പച്ചൻ ഫിലിപ്പോസ് അപ്പച്ചൻ ആ മധുബഹായ്ക്ക് സൗജന്യമായി സ്ഥലം കൊടുത്തു. ഒരുപക്ഷെ പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കാണും, എന്തിനാ അത്രയും നല്ല സ്ഥലം കൊടുത്തതെന്ന് ചോദിച്ചു കാണാമായിരിക്കാം. പക്ഷേ അദ്ദേഹം കാലയവനിൽ മൺമറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഇളയ മകൻ ആ പള്ളിയിൽ ആ മധുബഹായിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹപ്രദമായി തീരുമെന്നാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നമ്മെ മനസ്സിലാക്കുന്നത്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ജനലിൽ നോക്കി പുറത്തേക്ക് റോഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് എന്ന സ്ഥലത്ത് നോക്കിയിരിക്കുമ്പോൾ അമ്മ ചോദിച്ചു, മോനെ നീ എന്താ പുറത്തോട്ട് നോക്കിയിരിക്കുന്നതെന്ന്. അമ്മ പറഞ്ഞു, ലുക്ക് മദർ, അന്നേരം അമ്മയോട് പറഞ്ഞു, ലുക്ക് മദർ, ദാറ്റ് മാൻ ഈസ് മേക്കിംഗ് ഹോൾസ് ഇൻ ദ ഡാർക്ക്നെസ്. അപ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവിടെ തെരുവ് വിളക്കുകൾ ഒരു മനുഷ്യൻ കത്തിക്കുകയാണ് സന്ധ്യാസമയത്ത്. ദാറ്റ് മാൻ ഈസ് മേക്കിംഗ് ഹോൾസ് ഇൻ ദ ഡാർക്ക്നെസ്. ഇരുട്ടിൽ പ്രകാശം കത്തിച്ചു വെക്കുന്നതാണ് ആ മനുഷ്യൻ, ആ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ കണ്ടത്. പിന്നീട് അദ്ദേഹം ആ കവിത ടു മൈ മദർ
എന്നൊരു പോയം അദ്ദേഹം എഴുതുകയുണ്ടായി. ഓ ലീറി, ഐ വിൽ ഗോ റൗണ്ട് അറ്റ് നൈറ്റ് ആൻഡ് ലൈറ്റ് ദ ലാമ്പ് ഫോർ യു. ഞാൻ പുറത്തേക്ക് പോകും രാത്രിയിൽ, നിനക്ക് വേണ്ടി ഞാൻ വിളക്ക് കത്തിച്ചു വയ്ക്കും. ഇരുട്ടിനെ പ്രകാശമാക്കുന്ന വിളക്കായി. എനിക്ക് കൂടുതലൊന്നും ഉപദേശം കൊടുക്കാനില്ല. ഇരുട്ടിൻ്റെ സന്തതികളെ അവിടെ പ്രകാശത്തിൻ്റെ പൊൻവിളക്കുകൾ വിളിക്കുന്ന ഒരു ക്രിസ്തീയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രയാണം ചെയ്യുന്ന ആരംഭിച്ചിരിക്കുന്ന സാനു ജോസഫ് അച്ഛൻ ഈ നാടിൻ്റെ, ഈ ഇടവകയുടെ, ഈ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അഭിമാനമായി ഉയരം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അഭിവന്യ മാത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചു എന്നതും നമ്മെ സംബന്ധിച്ച് അഭിമാനകരമാണ്. അതുപോലെ പ്രിയപ്പെട്ട മാത്യു ബി അച്ഛൻ ചുങ്കത്തറയിൽ നടന്ന ശമാശപ്പെട്ട ശുശ്രൂഷയിലും അച്ഛന്മാരെല്ലാം സമ്മതിക്കുകയും എല്ലാം ഭാവങ്ങളും നേരുകയും ചെയ്തു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ, ഇന്നലെ ഓർത്തഡോക്സ് സഭയിലെ ഒരു തിരുമേനിയുടെ പ്രസംഗം കേൾക്കുവാനിടയായി. പ്രിയപ്പെട്ട തിരുമേനി പറഞ്ഞത്, ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് അമ്മ ലിസ്റ്റ് കൊടുത്തു വിട്ടു, ഈ കടയിൽ പോയി ഈ സാധനങ്ങളെല്ലാം വാങ്ങാൻ പറഞ്ഞു. കടക്കാരൻ ആ കൊച്ചു കുട്ടിയെ ആ ചുറുചുറുക്കും ആത്മാർത്ഥതയൊക്കെ കണ്ടപ്പം പറഞ്ഞു, മോളെ മോനെ നീ ആ ഭരണിയിൽ നിന്ന് കുറച്ച് മുട്ടായി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞ് മുട്ടായിലേക്ക് കൈയിട്ടു, മുട്ടായി ഭരണിയിലേക്ക് കൈയിട്ടു. എന്നിട്ട് കൈ പെട്ടെന്ന് എടുത്തു. അപ്പോൾ പറഞ്ഞു, എന്താണ് മോനെ നീ മുട്ടായി ഭരണിയിൽ നിന്ന് കൈ എടുത്തത്, നിനക്ക് മുട്ടായി എടുക്കാമായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു, മാമ എൻ്റെ കൈ വളരെ ചെറുതാണ്, മാമൻ്റെ കൈ വലുതാണല്ലോ, അപ്പോൾ കൂടുതൽ മുട്ടായി കിട്ടുമല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും നമ്മൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മുടെ രോഗം സൗഖ്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ സ്വർഗസ്ഥനായ പിതാവ് കൈ നിറയെ തിരികെ തരുന്നവർ. അതുകൊണ്ട് ഈ വെണ്മയുടെ പ്രകാശം തൻ്റെ ജീവിതത്തിലുടനീളം നിലനിർത്തുവാൻ പ്രിയപ്പെട്ട സാനു അച്ഛന് കഴിയട്ടെ, സാനു ജോസഫ് അച്ഛന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കാസർഗോഡ് സെൻറ് തോമസ് മാർത്തോമാ ഇടവകയുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ആശംസ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കാസർഗോഡ് ഇടവകയുടെ